ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന UPSCയുടെ ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും SCERT പാഠപുസ്തകം സോഷ്യൽ സയൻസിൽ നിന്നും ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ നടന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകളായിരുന്നു. അതിനകത്ത് ശരിയായവ: ജവഹർലാൽ നെഹ്റു പ്രസിഡൻ്റായത്, പൂർണ്ണ സ്വരാജ് എന്ന പ്രഖ്യാപനം നടന്നത്, 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ 1930 നിയമ ലംഘന ഉപ്പ് നിയമം അത് കോഴിക്കോടിൽ നടത്തിയപ്പോൾ അതിൻ്റെ നേതൃത്വം വഹിച്ചത് ആര്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. SCERT നിന്ന് വന്ന മറ്റൊരു പാഠഭാഗത്തിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. TK മാധവൻ്റെ നേതൃത്വത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യ സമരം ഏതാണെന്നുള്ളത്. അത് വേറൊന്നുമല്ല, വൈക്കം സത്യാഗ്രഹമായിരുന്നു. TK മാധവൻ്റെ നേതൃത്വത്തിൽ വന്ന സഞ്ചാര സ്വാതന്ത്ര്യ സമരമാണ് വൈക്കം സത്യാഗ്രഹം. അതുപോലെ തന്നെ ആത്മവിദ്യാസംഘം ആരുടെ നേതൃത്വത്തിലുള്ളതാണ്? വാഗ്ഭടാനന്ദനാണ് അത് രൂപീകരിച്ചത്. ഇനി മെസ്സൊപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഉത്തരം എന്താണ്? അവിടുത്തെ ആരാധനാലയങ്ങളുടെ പേര് സിഗറാത്തുകൾ എന്നാണ്. SCERT പാഠപുസ്തകത്തിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. INA രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യക്തി റാഷ് ബിഹാരി ബോസ്. ഹാരപ്പൻ സംസ്കാരം രാജസ്ഥാനിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അവിടുത്തെ കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു വന്നത്. കൃഷി ഉഴുത വയലിലാണ് അവർ സിന്ധു നദിയിലെ വെള്ളം ഉഴുത വയലിലേക്ക് വ്യാപിച്ച് അവർ കൃഷി നടത്തുന്ന രീതിയായിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്. SCERT ടെക്സ്റ്റ് ബുക്കുകൾ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നന്നായി പഠിച്ചു വേണം പരീക്ഷ എഴുതാൻ. താങ്ക് യു.